അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ തുടങ്ങാം. ഇന്ന് നമ്മൾ ടോപ്പിക് ഇട്ടിട്ടില്ല. ജനറലി നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതേപോലെ തന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇന്നർ ഡിസൈനിങ് EFT ഇമോഷണൽ ഫ്രീഡം ടെക്നിക്കിലൂടെ ചെയ്യുന്നത് എന്നുള്ളത് ഒരുവിധം ഏകദേശം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. ഇന്ന് ഫസ്റ്റ് നമ്മുടെ സെഷന് കടന്നു വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് എന്ന് കമന്റ് ചെയ്യുക. ഫസ്റ്റ് ആയിട്ട് നമ്മുടെ സെഷനിൽ കടന്നു വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ജസ്റ്റ് കമന്റ് ചെയ്യുക, എന്ന് കമന്റ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരാനുള്ളത് എന്ന് പറഞ്ഞാൽ കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. നമ്മുടെ ചിന്തകളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ചിന്തകൾ ചില ചിന്തകൾ വരുമ്പോൾ ചില കാര്യങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ ലൈഫിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ ലൈഫിലെ ചില സിറ്റുവേഷൻസിൽ നമ്മൾ എത്തുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബ്രെയിന് വർക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് ബ്രെയിന് വർക്ക് ചെയ്യുന്ന വെച്ചാൽ പിന്നെ നമ്മുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ. നമ്മൾ സങ്കടപ്പെടുന്നത്, ദേഷ്യപ്പെടുന്നത്, ബാക്കി എന്ത് കാര്യങ്ങൾ നമ്മൾ ഇടപെടലുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് വലിയ കൺട്രോൾ ഇല്ല. നമ്മുടെ ഇമോഷൻസിലും ബാക്കി കാര്യങ്ങളിലും നമുക്ക് യാതൊരുവിധ കൺട്രോളും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്കപ്പുറത്ത് നമ്മുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് പോസിറ്റീവായിരുന്നാലും നെഗറ്റീവായിരുന്നാലും ഇമോഷൻസ് പലപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് വരികയാണ്. നമ്മളറിയാതെ നമുക്ക് സന്തോഷം വരുന്നു, നമ്മളറിയാതെ നമുക്ക് സങ്കടം വരുന്നു. ചില ചിന്തകൾ ചിലപ്പോൾ ചിന്തകൾ പോലും വേണ്ടാതെ ചില സാഹചര്യങ്ങൾക്ക് എത്തുമ്പോൾ നമ്മൾ അറിയാതെ എന്തൊക്കെയോ സങ്കടം, എന്താന്ന് പറയാൻ അറിയില്ല, പക്ഷെ എന്തൊക്കെയോ ഒരു സങ്കടം. ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ബ്രെയിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ മാനസികപരമായിട്ട് നമ്മുടെ കൺട്രോളിലായിരിക്കില്ല കാര്യങ്ങൾ, നമുക്ക് ഒരു നിയന്ത്രണവും ഉണ്ടാവില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ശാരീരികപരമായിട്ട് നമ്മുടെ സങ്കടം വരുമ്പോഴും ഇമോഷൻസ് ഒക്കെ വരുമ്പോഴും ഇത് നമ്മുടെ മനസ്സിനെ മാത്രമല്ല ബാധിക്കുന്നത്, അത് ഡയറക്റ്റ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. നമുക്ക് ടെൻഷൻ വരുമ്പം, ദേഷ്യം വരുമ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ദഹന പ്രക്രിയയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ പേശികള്, നമ്മുടെ കണ്ണിന്റെ പ്രവർത്തനത്തെ വരെ അത് ബാധിക്കുന്നുണ്ട് അല്ലെ? ടെൻഷൻ വരുമ്പം അല്ലെങ്കിൽ ടെൻഷൻ കൂടുമ്പോൾ നമ്മുടെ കൃഷ്ണമണി വികസിക്കാനും ചുരുങ്ങാനും ഒക്കെ ഇതും ആസ്പദമായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ ഇത് നമ്മുടെ ബ്രെയിന് നടത്തുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഈ മെക്കാനിസം വഴിയാണ് ഇത് നടത്തിക്കൊണ്ടുവരുന്നത്. ഇത് എന്തിനാണ് നമ്മുടെ കൺട്രോളിൽ തരാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രെയിന് വർക്ക് ചെയ്യുന്നത്? ഒക്കെ നമ്മുടെ കൺട്രോളിൽ തന്നാൽ പോരായിരുന്നു? ഓട്ടോമാറ്റിക്കലി എന്തിനാണ് നമ്മുടെ തല വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്? അതുകൊണ്ടല്ലേ നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റാത്തത്, പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളൊരു ചോദ്യം വരാം അല്ലേ? നമ്മൾ ആദ്യം തന്നെ ഇതാണ് പ്രശ്നം, ഇതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ എന്തിനാണ് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് മെക്കാനിസം എന്ന് നമ്മൾ ചോദിക്കും. ഇതിന്റെ മുന്നത്തെ സെഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പെട്ടെന്നൊരു ഡേഞ്ചർ വന്നാൽ, നമ്മൾ അപകടത്തിൽ പെട്ടാല്, പണ്ട് നമ്മൾ ജീവിച്ചിരുന്നത് കാട്ടിലായിരുന്നു അല്ലെ? വളരെ കുറച്ച് കാലേ ആയിട്ടുള്ളൂ നമ്മൾ വീട് വെച്ച് ഇതേപോലെയുള്ള സംസ്കാരങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടിലേക്ക് മാറിയിട്ടുള്ളൂ. ഇതിനു മുമ്പ് കാട്ടില് നായാട്ട് നടത്തിയും എര പിടിച്ചുമായിരുന്നു നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ പൂർവികര്. അന്ന് കാട്ടിലുള്ള അവസ്ഥ എന്ന് വെച്ചാല് ഏത് നിമിഷവും ഒരു ആക്രമണം വരാം. പാത്തും പതുങ്ങിയും അക്രമങ്ങൾ വരുമ്പം അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് ചിന്തിച്ചിരിക്കാൻ സമയം ഉണ്ടാവില്ല. നമ്മളൊരു ചെന്നായ അല്ലെങ്കിൽ പട്ടി കടിക്കാൻ വരുമ്പം അത് ആലോചിച്ചിരുന്ന് ആ പട്ടിയുടെ വേഗതയും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളൊക്കെ ആലോചിച്ചിട്ടല്ല നമ്മൾ എണീറ്റ് ഓടുക. ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്തിരിക്കും. ഈ ഒരു മെക്കാനിസം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ നിരന്തരമായിട്ട് നെഗറ്റീവ് ടെൻഷൻസ്, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് തലക്കകത്ത് കയറ്റി വിട്ടതിന്റെ ഫലമായിട്ട്
ഈ ഓട്ടോമാറ്റിക് മെക്കാനിസം നമ്മുടെ ചിന്തകളെയും അതിജയിച്ച് ഈ ഓട്ടോമാറ്റിക് മെക്കാനിസം ആണ് ഇപ്പൊ കൂടുതലായിട്ട് മനുഷ്യ ശരീരത്തിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ടെൻഷൻസ്, ബാക്കി പ്രശ്നങ്ങൾ ഒക്കെ കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. ഇതിനെ റീഫ്രെയിം ചെയ്യുക, ഇതിന്റെ വയറുകൾ മാറ്റിയെടുക്കുക, എന്നിട്ട് തിരിച്ച് നമ്മുടെ കൺട്രോളിലേക്ക്, നമ്മുടെ ചിന്താ മണ്ഡലത്തിലേക്ക് തന്നെ നമ്മുടെ മനസ്സിന്റെ ശക്തിയെ, ശേഷിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത്. കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, നമ്മുടെ ചിന്തകളെ റീസ്ട്രക്ചർ ചെയ്തെടുക്കുന്നു. നമ്മുടെ എന്ത് മാനസിക പ്രശ്നമായിരുന്നാലും ശാരീരിക അസുഖമായിരുന്നാലും അതിൻ്റെ ഉള്ളിലായിട്ട്, അതിൻ്റെ അകത്ത് നമ്മൾ സെർച്ച് ചെയ്തു പോയാൽ, അന്വേഷിച്ചു പോയാൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ബിലീഫ് ഉണ്ടാവും, നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും. നമ്മുടെ അസുഖങ്ങൾ മാറുന്നില്ല, കാരണം തപ്പിയാൽ ഉടനടി നമുക്ക് കിട്ടും, നമ്മളത് വിശ്വസിച്ചിട്ടുണ്ട് ഈ അസുഖങ്ങൾ മാറില്ല എന്നുള്ളത്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് സഹായകരമായിട്ടുള്ള, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഡാറ്റകൾ നമ്മുടെ തലക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ മനസ്സിൽ നമ്മളെ കുറിച്ചുള്ള ഇമേജ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, എന്നെ കൊണ്ട് എന്തിനും സാധിക്കില്ല, എനിക്ക് അതിനൊന്നുള്ള കഴിവില്ല, ശേഷിയില്ല എന്നുള്ള ഒരു സെൽഫ് ഇമേജ്, ഒരു വിശ്വാസം, ഇത് നമ്മൾ ഇന്റർമീഡിയറ്റ് വിശ്വാസം എന്നാ പറയുക. ഇതിനെ നമ്മൾ മനസ്സിന്റെ അകത്ത് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ശരിയാണെന്ന് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആളുകൾ നമ്മളോട് പറയുന്നു, നീ ചെയ്തത് ശരിയായില്ല, നീ എപ്പോഴും ഇങ്ങനെയാണോ, നീ എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, ഈ പറഞ്ഞ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും അവരുടെ വാക്കുകളൊക്കെ നമ്മൾ എണ്ണി പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് പോലെ തലക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. ആളുകളെ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്ത, നല്ല കാര്യമാണ് നീ ചെയ്തത്, അവര് സന്തോഷം പറഞ്ഞ്, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ, നന്ദി പറഞ്ഞ, നന്മ പറഞ്ഞ സാഹചര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇത് നമ്മൾ കോഡ് ചെയ്യില്ല, അത് നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല. ആളുകൾ നമ്മളോട് നല്ലത് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇങ്ങനത്തെ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ടെങ്കിൽ, രൂഢമൂലമായ ഇത്തരം ഒരു ഇന്റർമീഡിയറ്റ് വിശ്വാസം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ സംഭവങ്ങൾ മാത്രം, നമ്മുടെ ഭാഗത്ത് സംഭവിച്ച നെഗറ്റീവ് ടെൻഷൻസ്, ബാക്കി പ്രോബ്ലംസ്, ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ആളുകളെ നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കില്ല, അത് നമ്മള് മനസ്സത് എടുക്കില്ല. കാരണം എന്താന്ന് വെച്ചാല് ഇവിടെയുള്ള വിശ്വാസം ഇതാണ്. ഇതിന് ശരിയാണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിൻ അത് ഓക്കെ, ഇതിപ്പോ ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ലെന്ന്, ഇപ്പൊ ഇയാളും പറഞ്ഞില്ലേ, ഈ സാഹചര്യങ്ങൾ അങ്ങേരും പറഞ്ഞില്ലേ എന്ന് നമ്മുടെ മനസ്സ് ചൂണ്ടിക്കാണിച്ച് തരും. പക്ഷെ യാഥാർത്ഥ്യം എന്തെന്ന് വെച്ചാല് നമ്മുടെ ലൈഫിൽ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വിശ്വാസം ഇങ്ങനെയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ അതിലേക്ക് വരുന്നു. ഞാൻ മെഡിറ്റേഷൻ സെഷനിൽ പറഞ്ഞു, നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ ദിവസവും ഈ ഒരു നിമിഷവും വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കാലിന്റെ അടിയിലുള്ള തണുപ്പ്, അതല്ലെങ്കിൽ തറയിൽ നിങ്ങൾ കാല് മുട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീലിംഗ് ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കാരണം അതിലേറെ ഇമ്പോർട്ടന്റ് എന്ന് നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നത് ഒരു പക്ഷെ ഇത് കേൾക്കുന്നതിലായിരിക്കാം, അല്ലെങ്കിൽ കാണുന്നതിലായിരിക്കാം. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വിശ്വാസം എന്തടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അത് പോസിറ്റീവാണോ നമ്മളെ എംപവർ ചെയ്യാനുള്ളത്, അതായത് നമ്മുടെ കൂടുതൽ പോസിറ്റീവായിട്ട് ഉന്നതിയിൽ എത്താനുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും സെർച്ച് ചെയ്യും. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യും. അതല്ല, നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുന്ന ഈ വിശ്വാസം, ഈ ഇന്റർമീഡിയറ്റ് വിശ്വാസം നെഗറ്റീവാണ്, എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല, എന്നെ ബാക്കിയുള്ളവരൊക്കെ ഇതേപോലെയാണ് കാണുന്നത്, അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതുമായി ബന്ധപ്പെട്ടതേ നമ്മൾ ശ്രദ്ധിക്കൂ, അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകൂ. വളരെ സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഈ ഇന്റർമീഡിയറ്റ് വിശ്വാസത്തെ നമ്മൾ മാറ്റപ്പെടുത്തണം.
അതിന് പകരമായിട്ട് നിങ്ങളുടെ അസുഖങ്ങൾ മാറില്ല എന്ന് പറഞ്ഞ, അസുഖങ്ങൾ മാറാതെ പോയ കുറെ ആളുകളുടെ ഇൻഫോർമേഷൻസ് ഡാറ്റയായിട്ട് നിങ്ങൾ വെച്ചിട്ടുണ്ടാവും. അതിന് പകരമായിട്ട് അത് റീസ്ട്രക്ചർ ചെയ്തെടുക്കാതെ നിങ്ങളുടെ ലൈഫിലെ ചിന്തകള് ഓട്ടോമാറ്റിക്കായി വരുന്ന ഈ ചിന്തകളെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ക്ലിയർ അല്ല ഞാൻ പറഞ്ഞത്? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ഈ ഇന്റർമീഡിയറ്റ് വിശ്വാസങ്ങളെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിന് ഒരുപാട് കാലുകൾ ഉണ്ടായിരിക്കും. ഈ വിശ്വാസം നമ്മൾ എന്തുകൊണ്ട് കൊള്ളരുതാത്തവനായി, എന്തുകൊണ്ട് എന്നെ കുറിച്ചുള്ള എൻ്റെ ഇമേജ് ഇത്ര താന്നു പോയി, അതല്ലെങ്കിൽ എൻ്റെ ഈ അസുഖങ്ങള്, മാനസിക പ്രശ്നങ്ങള്, ബാക്കി ടെൻഷൻസ്, ഞാൻ ഇതേപോലെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ്, എനിക്ക് ഇതേപോലെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമ്മളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ അതിന് കാലുകൾ ഉണ്ടാവും, വേരുകൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള വിശ്വാസങ്ങളെ നമ്മൾ പറയും. ഇന്റർമീഡിയറ്റിൻ്റെയും താഴെയുള്ള ബേസിക് വിശ്വാസങ്ങൾ, ഇത് നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് നമ്മുടെ കുട്ടിക്കാലം മുതലുള്ള ഇൻഫോർമേഷൻസ് അതിൻ്റെ അകത്തുണ്ടായിരിക്കും. ചെറുപ്പം മുതൽ നമുക്ക് സംഭവിച്ച, നീ ഇങ്ങനെയാണ്, നീ ഈ ഒരു ശകാരത്തിനപ്പുറമായിട്ട് നമ്മുടെ മനസ്സിനെ ചെറുപ്പകാലത്തിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ്, മീൻസ് നമ്മുടെ മനസ്സില് നമ്മുടെ സെൽഫ് ഇമേജ് വളരെയധികം താന്നു പോകുന്ന രീതിയിൽ, നമ്മുടെ മാനസികാവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻസ് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ, അതാണ് ഈ വിശ്വാസം ഇവിടെ പോവാതിരിക്കാൻ, ഈ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വിശ്വാസം ഇവിടെ രൂഢമൂലമായി നിൽക്കാനുള്ള ബേസിക് ആയിട്ടുള്ള കാരണം. ആ കാരണങ്ങൾ, ആ കാലുകളെ, വേരുകളെ ഓരോന്നായിട്ട് എടുത്ത് ഒഴിവാക്കിയാൽ, വേരുകൾ പോയി കഴിഞ്ഞാൽ മരം ഓട്ടോമാറ്റിക്കലി കടപുഴകി വീഴും, അല്ലെ? അതേപോലെ നമ്മുടെ ഇന്റർമീഡിയറ്റ് വിശ്വാസങ്ങളുടെയും ഉള്ളിലായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശ്വാസം എൻ്റെ മനസ്സിൽ വന്നു, അതിനുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരുപാട് ഇൻഫോർമേഷൻസ്, വിവരങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. എൻ്റെ അസുഖം മാറിപ്പോവാത്തതിനുള്ള കാരണമായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും ഈ അസുഖം വന്നിട്ട് മാറിയിട്ടില്ല എന്നുള്ള വിശ്വാസം, എന്നുള്ള ഇൻഫോർമേഷൻസ് കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പോഴും ചെറിയൊരു ശതമാനത്തിന് ഈ അസുഖങ്ങൾ പൂർണ്ണമായിട്ട് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മളപ്പോൾ നോട്ട് ചെയ്യില്ല, നമ്മളപ്പോൾ അതിലേക്ക് മൈൻഡ് ചെയ്യില്ല, നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാൻ നമുക്ക് തോന്നില്ല. കാരണം നമുക്ക് ഈ ഒരു വിശ്വാസത്തെ ഇവിടെ വീണ്ടും സ്ട്രോങ് ആക്കണം, ശക്തമാക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ബ്രെയിൻ എന്തിനാ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാല്, നമ്മൾ ശരിയാക്കി എടുത്ത പോരെ, സന്തോഷമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത്, പിന്നെ എന്തിനാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് പലരും ചോദിക്കും നമ്മൾ ഇൻഫർമേഷൻ പറയുമ്പോൾ. അതിനുള്ള ഉത്തരം പറഞ്ഞാല്, നമുക്കേ ബുദ്ധിയുള്ളൂ. നമ്മുടെ തലച്ചോറിന്റെ ഓട്ടോമാറ്റിക് വർക്കിംഗ് മെക്കാനിസത്തിന്, യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ തലച്ചോറിന് ബുദ്ധിയില്ല, അതിനെ ചിന്തിക്കാനുള്ള ശേഷിയില്ല. അത് ആകെ ചെയ്യുന്നത് ഒറ്റ കാര്യമാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന ഊർജം എന്ന് പറഞ്ഞാൽ ഇല്ലേ, എനർജി. നമ്മൾ ഭക്ഷണത്തിലൂടെ കഴിക്കുന്നു, പുറത്തേക്ക് നമ്മൾ എനർജി ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതിനു വേണ്ടി എനർജി. അതിൽ വളരെ നമ്മുടെ ബ്രെയിന്, നമ്മുടെ ശരീരം വെച്ച് നോക്കിയ ചെറിയൊരു അവയവാണ്, അല്ലെ? നമ്മുടെ തലച്ചോറ് ചെറിയൊരു അവയവാണ്. നമ്മൾ ഈ കാണുന്ന തലയുടെ ഉള്ളിലും ചെറിയൊരു അവയവാണ് ശരിക്കും തലച്ചോറ്. പക്ഷെ ഇത് നമ്മുടെ ഒരു ദിവസത്തെ ഊർജത്തിന്റെ 20% ഊർജം, എനർജി നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന്റെ പ്രവർത്തനത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ചെറിയ ഊർജത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ നോക്കുന്നത് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ചിന്തിച്ച് പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് പകരം പെട്ടെന്ന് കാര്യങ്ങൾ സേഫ് ആക്കുക, ഷോർട്ട് കട്ട് എടുക്കുക, അല്ലെ? നമ്മൾ റോഡിലൂടെ, ലോങ് റോഡിലൂടെ പോകുന്നതിന് പകരം ഷോർട്ട് കട്ട് എടുക്ക് പോകുന്നത് പോലെ ബ്രെയിൻ എപ്പോഴും ഇഷ്ടം ഈ ഷോർട്ട് കട്ടുകളെയാണ്. ഈ ഷോർട്ട് കട്ടുകളാണ് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ഈ പ്രശ്നങ്ങൾ മാറാതെ, സാഹചര്യങ്ങൾ മാറ്റാതെ ഇതേപോലെ ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനാണ് നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മളോട് പറയുക. അധികം ആൾക്കാരും പറയാറുണ്ട് മടിയാണ്, ജോലിക്ക് പോകാൻ മടിയാണ്, എന്ത് ചെയ്യാനും മടിയാണ് എന്നുള്ളത്.
നിങ്ങൾ ഈ പറയുന്ന മടി അതല്ലെങ്കിൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്നുള്ളത് ഉണ്ടാവുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ മടിയല്ല, പേടിയാണ്. നമ്മുടെ തലച്ചോറിന് പേടിയാണ്. പുതിയൊരു കാര്യം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ അതിനു വേണ്ടി കൂടുതൽ എനർജി, ഊർജം ചെലവഴിക്കേണ്ടി വരും. പക്ഷെ അവിടെയും ഒരു അൺസർട്ടനിറ്റി, അനിശ്ചിതാവസ്ഥയുണ്ട്. പുതിയ കാര്യത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ബിസിനസ്സിലേക്ക്, പുതിയ ജോലിയിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യം മാറി വരുമ്പം ഇതിലേറെ പ്രശ്നമാവുമോ ഒന്നും നമുക്കറിയില്ല. ഇതേപോലെ ഇങ്ങനെ പോയാൽ പോരെ എന്നുള്ളത് ഷോർട്ട് കട്ടിലൂടെ എടുത്ത് നമ്മുടെ ബ്രെയിൻ നമ്മളോട് ചോദിക്കും. അതുകൊണ്ടാണ് നമുക്ക് മടി വരുന്നത്. നമുക്ക് യഥാർത്ഥത്തിലുള്ള പ്രശ്നം പേടിയാണ്. ഇപ്പോഴുള്ള ഈ ഒരു ചെറിയ, ചിലപ്പം സുഖകരമായിട്ടുള്ള അവസ്ഥ ആയിരിക്കില്ല. നമുക്ക് പേടിയാണ് ഇത് എണീറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സുഖം പോവില്ലേ എന്നുള്ള പേടി. ഇത് മാറ്റണമെങ്കിൽ, ഈ ഓട്ടോമാറ്റിക് വർക്കിംഗ് മെക്കാനിസം മാറ്റണമെങ്കിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള വിശ്വാസ സംഹിതകള്, അതിനെ പിടിച്ചു നിർത്തുന്ന ബേസിക് ആയിട്ടുള്ള വിശ്വാസ സംഹിതകള്, ഇത് ഓരോന്നായിട്ട് ചെത്തി ചെത്തി കളഞ്ഞാലേ സാധിക്കുള്ളൂ. അതല്ലെങ്കിൽ നമ്മുടെ അസുഖത്തിന് എത്ര കാലം നിങ്ങൾ മരുന്ന് കുടിച്ചാലും ബേസിക് ആയിട്ടുള്ള ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചില്ലെങ്കിൽ തിരിച്ചു വരും, അസുഖങ്ങൾ തിരിച്ചു വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? വീണ്ടും പുതിയ ഡോക്ടേഴ്സിനെ കാണിക്കുമോ? പുതിയ സ്ഥലങ്ങളിൽ വന്ന് അവിടെയുള്ള ഹോസ്പിറ്റലുകൾ പരക്കം പായുമോ? ഇത് പരിഹരിക്കാത്തിടത്തോളം കാലം നമ്മുടെ പ്രശ്നങ്ങള്, മാനസിക അസുഖങ്ങൾ എന്ത് തന്നെയായിരുന്നാലും പൂർണ്ണമായിട്ടും മാറിപ്പോവില്ല. താൽക്കാലികം എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം മരുന്നുകള്. ദീർഘകാലമായിട്ട് മരുന്നുകൾ ഉപയോഗിച്ചത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറിപ്പോവില്ല. അതിന് വേണ്ടത് ഈ കൊഗ്നിറ്റീവ് ആയിട്ടുള്ള റീസ്ട്രക്ചറിങ് ആണ്. നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള യാന്ത്രികമായിട്ടുള്ള ചിന്തകളെ നിയന്ത്രിച്ച് അതിനെ സ്ട്രക്ചർ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ട് ഈ ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ തലച്ചോറിന്, നമ്മുടെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറില് പരസ്പരം ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. പോക്കറ്റ് റോഡുകൾ പോലെ തലങ്ങും വിലങ്ങും ബൈപ്പാസും ഒക്കെ ആയിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും. നമ്മൾ വളർന്ന് വളർന്ന് വരുമ്പോൾ ചില അനുഭവങ്ങൾ, ചില പ്രത്യേക ഇമോഷൻസ് നമ്മളിൽ സ്ട്രോങ് ആയി വരുമ്പോൾ ഒരുപാട് കണക്ഷൻസ്, പരസ്പരമുള്ള കണക്ഷൻസ് ഒക്കെ വിട്ടുപോയിട്ട് ഒരു ഹൈവേ കണക്ക് നമ്മുടെ മൈൻഡ് ആവും. എവിടെ ചെന്ന് വീണാലും അവസാനം ടെൻഷനിൽ എത്തുന്ന, അവസാനം സങ്കടത്തിലേക്ക് എത്തുന്ന ഒരു ഹൈവേ പോലെയാവും നമ്മുടെ മനസ്സ്. ഇതിനെ മാറ്റിയെടുത്ത് ഒരു ഹെൽത്തി മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഇന്നർ ഡിസൈനിങ്, EFT, ബാക്കിയുള്ള തെറാപ്പീസിലൂടെ ഒക്കെ ചെയ്യുന്നത്. EMDR എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രോമകൾ, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഹെവി ആയിട്ടുള്ള ട്രോമകൾ ഉണ്ടായിരിക്കും. സെക്ഷൽ അബ്യൂസ് മുതൽ ഒരുപാട് ട്രോമകൾ ഉണ്ടായിരിക്കും. ഇത്തരം ട്രോമകളെ നമ്മൾ എഫക്റ്റീവായി ഹീൽ ചെയ്ത് ഒഴിവാക്കിയില്ലെങ്കിൽ അത് നമ്മളെ ജീവിതകാലം മൊത്തം വേട്ടയാടിക്കൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു, ജീവിതത്തിന്റെ ഏതൊക്കെയോ കോണിലേക്ക് മറന്നു, ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോവുകയല്ലേ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വരുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ കൺമുന്നിൽ കാണുമ്പോൾ വീണ്ടും ഇതൊക്കെ സ്റ്റിമുലേറ്റഡ് ആയിട്ട് തിരിച്ചു വരുന്നു. കംപ്ലീറ്റ്ലി നമ്മൾ ഹീൽ ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ, ഈ ബേസിക് ആയിട്ടുള്ള വികാരങ്ങൾ മാറ്റിയാൽ മാത്രമേ ഈ ഇന്റർമീഡിയറ്റ് ആയിട്ട് ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ ദുഷിച്ചവനാണ്, അതല്ലെങ്കിൽ എന്നെ കുറിച്ചുള്ള എൻ്റെ ഇമേജ് കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ലൈഫിൽ കൊള്ളരുതാത്തവനാണ്, നമ്മളെ കുറിച്ചുള്ള നെഗറ്റീവ് ഇമേജാണ് നമ്മുടെ മനസ്സിനകത്ത് കയറി കൂടിയതെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. ഒന്ന്, നമ്മൾ ഡിപ്രഷനിലേക്ക് പോകും. ഇതിങ്ങനെ ആയി പോയില്ലേ, നമുക്കൊന്നും ചെയ്യാനില്ല, എൻ്റെ ലൈഫ് ഇതേപോലെ ആയി, ദുരിതം, ദുരന്തം, പ്രശ്നം പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും, ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് പോകും. അതല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ചെയ്യുക, ഈ ഒരു ഇമോഷനെ മാസ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബാക്കി സംഭവങ്ങൾ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ പെർഫെക്റ്റ് ആവണം, എൻ്റെ ഒരു കാര്യങ്ങളിലും മിസ്റ്റേക്ക് വരാൻ പാടില്ല, ബാക്കിയുള്ളവരെ എന്നെ കെയർ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിനെയൊക്കെ മാസ്ക് ചെയ്ത് ഇതിനെയൊക്കെ മറികടന്ന് അപ്പുറത്തേക്ക് എത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങും. ഇത് രണ്ടായിരുന്നാലും പ്രശ്നം. കാരണം ഒരു തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്
നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മുടെ ബന്ധങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്, നമ്മുടെ ആരോഗ്യമായിരുന്നാലും ബാക്കി കാര്യങ്ങളിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഒരു തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ കൊള്ളില്ല, അല്ലെങ്കിൽ നമ്മളെ കുറിച്ചുള്ള വിശ്വാസം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത് ഒരു തെറ്റായ ബേസിക് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മാറ്റി അവിടെ യഥാർത്ഥമായിട്ടുള്ള ശരിക്കുള്ള വിശ്വാസ സംഹിതകളെ നമ്മൾ മാറ്റി വെച്ചാൽ ഈ പ്രശ്നങ്ങൾ തീരും. നമുക്ക് പലപ്പോഴും പറയും, ഇത് എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, ഇതേപോലെയാണ്, എനിക്ക് മാറി ചിന്തിക്കാൻ പറ്റില്ല, ബാക്കി സംഭവങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ ബേസിക് വിശ്വാസം അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റം വരുത്തണം. നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി പുതിയൊരു ദിശാബോധം നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഈ EFT ഇമോഷണൽ ഫ്രീഡത്തിലൂടെയും അതേപോലെ തന്നെ EMDR, GDH പോലുള്ള തെറാപ്പീസിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഡീറ്റെയിൽഡ് ആക്കി. ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ഇതിൽ ഡൗട്ടുകൾ ഉണ്ടോ? ജസ്റ്റ് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കും ചെയ്യാട്ടോ. എല്ലാവരും അൺമ്യൂട്ട് അല്ല, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മുടെ അകത്തുണ്ട്. ഇതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇതിൽ മാറ്റം വരുത്താതെ നമ്മൾ ചെയ്യുന്നതൊക്കെ, നമ്മൾ പറയും മഞ്ഞപ്പിത്തം ബാധിച്ചാൽ കാണുന്നതൊക്കെ മഞ്ഞയായിരിക്കും എന്നുള്ളത്. അത് മാറ്റാൻ വേണ്ടി നമ്മൾ പച്ച കളർ കണ്ണട ധരിച്ചാലും ഏത് കളർ കണ്ണട ധരിച്ചാലും അതിൽ മാറ്റം വരില്ല. ആ മഞ്ഞപ്പിത്തം നമ്മൾ ചികിത്സിച്ച് മാറ്റി തന്നെ വേണം. ബേസിക്കലി ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് കോഗ്നിറ്റീവ് റീഫ്രെയിമിങ്ങിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ ചിന്താ പാറ്റേണുകളെ മാറ്റം വരുത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. നമ്മുടെ അസുഖങ്ങൾ ഒക്കെ വരാനുള്ള ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ സെക്ഷൽ കംപ്ലൈൻസ്, ദീർഘകാലമായിട്ടുള്ള അസുഖങ്ങൾ, ഡയബറ്റിക്, ബാക്കിയുള്ള എന്തിൻ്റെ അസുഖങ്ങളുടെ കാരണം ദീർഘകാലമായിട്ടുള്ള ഏത് അസുഖങ്ങളും നമ്മുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള രൂഢമൂലമായിട്ടുള്ള ഒറ്റയടിക്ക് ഇങ്ങനെ എടുത്തു പൊക്കാൻ പറ്റാത്ത ഒരുപാട് ഇന്റർമീഡിയറ്റ് വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒന്നാവണം എന്നില്ല കേട്ടോ, ഒന്നിലധികം ഇന്റർമീഡിയറ്റ് വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ ലൈഫ്, എന്നെ കുറിച്ചുള്ള നമ്മളെ സ്വയം കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം. അതോടൊപ്പം തന്നെ നമ്മുടെ ചില സമൂഹത്തെ കുറിച്ച് നമുക്ക് അഭിപ്രായം ഉണ്ടാകും. ചില ആളുകൾ പറയും ലോകം മൊത്തം ഇങ്ങനെയാണ്, ആകെ പ്രശ്നമാണ്, എല്ലായിടത്തും പ്രശ്നമാണ്, ലോകം മൊത്തം ആൾക്കാർ മൊത്തം ബിസിനസ്സാണ്. ഇപ്പൊ മെഡിക്കൽ ലോകമാണ് ഇപ്പൊ മൊത്തം ബിസിനസ്സാണ്, അവരൊക്കെ പൈസക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇത് നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും പ്രശ്നങ്ങളാണ്, എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് എന്നുള്ളത്. ഇത് നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മളൊരു ഇന്റർമീഡിയറ്റ് വിശ്വാസം വെച്ചിട്ടുണ്ട് ലോകം മൊത്തം പ്രശ്നമാണെന്ന്. ഓട്ടോമാറ്റിക്കലി എവിടെ പ്രശ്നങ്ങൾ കാണുമ്പോഴും നമ്മുടെ മൈൻഡ് നോട്ട് ചെയ്യും. അതേപോലെ തന്നെ ലോകത്ത് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളും മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. നമ്മുടെ മൈൻഡ് അത് അത്ര നോട്ട് ചെയ്യില്ല, അത്ര ശ്രദ്ധിക്കില്ല. നമ്മളോട് ആരും വന്ന് പറഞ്ഞാലും ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ മൈൻഡ് ഇത് സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം ഈ ഒരു വിശ്വാസം, രൂഢമൂലമായ വിശ്വാസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നല്ല ആ പോസിറ്റീവ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ വിശ്വാസത്തെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള വിവരങ്ങൾ വരുമ്പം അതാണ് നമ്മൾ തപ്പി പിടിച്ചെടുക്കുക. നമ്മുടെ ഈ അസുഖങ്ങൾ മാറിയ ആളുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ ഓക്കെ ഓക്കെ, ചിലപ്പോൾ അത് വേറെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവും, അവന് അങ്ങനെ അത്ര അസുഖം ഉണ്ടാവില്ല, അവന് ചെറിയ സ്റ്റേജ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ബ്രെയിനെ അതൊരു ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നോക്കും. ഈ അസുഖം ബാധിച്ച് വലിയ പ്രശ്നമായ ആളുകളെ, അങ്ങനത്തെ ഇൻഫർമേഷൻ നമ്മളെ അടുത്തേക്ക് വരുമ്പം ബ്രെയിൻ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഇത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ എന്നുള്ളത് പറയാൻ തുടങ്ങും. കാരണം നമ്മുടെ മനസ്സിന്റെ അകത്ത് നെഗറ്റീവായിട്ടുള്ള വിശ്വാസമാണ് കയറ്റപ്പെട്ടിട്ടുള്ളത്, അതാണ് അവിടെ ആണിയടിച്ച് വെച്ചിട്ടുള്ളത്. ഈ ഇന്റർമീഡിയറ്റ് വിശ്വാസം മാറാതെ നമ്മള് കാര്യങ്ങളെ പിക്ക് ചെയ്തെടുക്കുന്നത് അല്ലെ, നമുക്ക് ചുറ്റും വരുന്ന, ഞാൻ പറഞ്ഞു ചുറ്റും വരുന്ന എല്ലാ ഇൻഫർമേഷൻ 100% ഇൻഫർമേഷൻ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. അത്രയ്ക്ക് ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റും വരുന്നുണ്ട്. അതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഏതെടുക്കണം എന്നുള്ളത്, നെഗറ്റീവ് എടുക്കണോ പോസിറ്റീവ് എടുക്കണോ എന്നുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്.
നമ്മുടെ അകത്തുള്ള വിശ്വാസങ്ങളുടെ ആസ്പദമാക്കി ഓട്ടോമാറ്റിക്കലി അത് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലൈഫിനെ തീരുമാനിക്കുന്നത്. നമ്മുടെ ലൈഫിൽ എന്ത് ഗോള് വേണമെന്നോ എങ്ങനെ നമ്മൾ ജീവിക്കണമെന്നോ നമ്മുടെ സന്തോഷവും സമാധാനവും ഒക്കെ തീരുമാനിക്കുന്നത് ഈ ഒരു ഓട്ടോമാറ്റിക് വർക്കിംഗ് മെക്കാനിസം ആണ്. ഓക്കെ, ക്ലിയർ ആയിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ നിർത്താം. ഓക്കെ, അപ്പോൾ നാളെ മിക്കവാറും സെഷൻ ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ പ്രോഗ്രാമിന് വരാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ?